അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് കുറച്ച് സ്വഭാവം പറഞ്ഞു തരാം. 13 അടയാളങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അടയാളങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിൽ അവ മാറ്റിയെടുക്കണം, ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ഇതുള്ള ഭർത്താക്കന്മാർ ഒന്ന് മാറ്റി നല്ല ജീവിതം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവാൻ പാടുമില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത ഭർത്താക്കന്മാരുടെ 13 അടയാളങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. വിവാഹ ജീവിതം തകരാതിരിക്കാൻ ഭർത്താക്കന്മാർ ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ 13 അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹ ജീവിതത്തിൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരികയും ജീവിതം ഒരു സുഖമില്ലാതെ മനസ്സമാധാനമില്ലാത്ത ജീവിതമായി മാറുകയും ഏത് സമയത്തും നമ്മുടെ വിവാഹ ജീവിതം തകരാനും സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് രഹസ്യമായിട്ടുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാവൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ രഹസ്യങ്ങൾ വേണം എങ്കിൽ നമ്മൾ പറയാൻ പാടില്ലാത്തതും നമ്മുടെ ഫാസ്റ്റ് കോളേജ് കാര്യങ്ങളൊന്നും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കരുത്. പങ്കുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാവും, പിന്നീട് സംശയരോഗത്തിന് കാരണമായേക്കാം. എങ്കിൽ രഹസ്യങ്ങൾ ഉണ്ടാവണം എന്നത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വെക്കുകയും ചെയ്യരുത്. രഹസ്യം ആക്കേണ്ടത് മാത്രം രഹസ്യമാക്കി വെക്കുക. രഹസ്യം ആക്കി വെക്കുന്ന രീതി നമുക്കുണ്ടെങ്കിൽ അതും നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ രഹസ്യങ്ങൾ ഇല്ലാതിരിക്കുക. നമ്മുടെ രഹസ്യമാക്കേണ്ട കാര്യങ്ങൾ മാത്രം രഹസ്യമാക്കി വെക്കുക. പ്രത്യേകിച്ച് മൊബൈൽ ഫോണ് എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കുന്നത് അതൊരു പ്രശ്നമായിരിക്കും. ഭാര്യ കാണാതെ മാറി നിന്ന് സംസാരിക്കുന്നതും ഇതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ഫോണൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഫ്രീഡത്തോടെ എടുക്കാനുള്ള ഒരു രീതി നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു കാര്യമാണ് നുണ പറഞ്ഞ് ശീലിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും നിരന്തരം നുണ പറയുന്ന ഭർത്താവിനെ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസമാണല്ലോ വലുത്. അപ്പോൾ സംസാരിക്കുമ്പോൾ നുണ പറഞ്ഞു ഒഴിയുന്നത് നമ്മളിൽ നിന്ന് പല രഹസ്യങ്ങളും മറച്ചു വെക്കാനായിട്ട് ചാൻസ് ഉള്ള ഒന്നാണ്. അതുപോലെ അടുത്തൊരു പോയിന്റാണ് വാഗ്ദാനം ലംഘിക്കൽ. ഭാര്യയ്ക്ക് നൽകുന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പാലിക്കാതിരിക്കുന്നത് മോശം ലക്ഷണമാണ്. നമുക്ക് ആവുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കാവൂ, അല്ലാതെ ഉറപ്പ് കൊടുക്കരുത്. ഉറപ്പ് കൊടുത്തിട്ട് ചെയ്യാതിരിക്കൽ മോശം സ്വഭാവമാണ്. അടുത്ത പോയിന്റാണ് ഉത്തരവാദിത്തമില്ലായ്മ. മക്കളുടെ പഠനം, ഭക്ഷണം, ഭാര്യയുടെ ആവശ്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഭർത്താവ്. ഈ ഒരു ഭർത്താവിനെയും നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം നൽകുകയുള്ളൂ. അടുത്തൊരു പോയിന്റാണ് ആരാധനകളിൽ അലസത കാണിക്കുന്ന സ്വഭാവം. ദൈവഭയം ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് കുടുംബത്തോട് നീതി കാണിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് അറിയാം. അള്ളാഹുവിനെ കൂടുതലായി വിശ്വസിക്കുകയും 5 വക്ത് നിസ്കാരം കളാ ആക്കാതെ നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഭർത്താവ് ആയിരിക്കണം. നിസ്കരിക്കാത്തവനെ എപ്പോഴും നമ്മളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഒരു സ്വഭാവമാണ് വൈകാരികമായ അടുപ്പമില്ലായ്മ. ഭാര്യയുടെ സങ്കടങ്ങൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ കണ്ടില്ലെന്ന് നടിക്കുന്നത്. ഭാര്യയ്ക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും അവനക്ക് ഒരു കൂശലുമില്ല. അവൻ്റെ സന്തോഷം തേടി പോവുകയാണെങ്കിൽ ഭാര്യയോട് സ്നേഹമില്ല എന്നതാണ് അർത്ഥം. അടുത്ത പോയിന്റാണ് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ടായിരിക്കൽ. ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്താതെ എപ്പോഴും മൊബൈലിൽ സമയം ചെലവഴിക്കുന്നത് ഒരു മോശം സ്വഭാവമാണ്. ഇത്തരക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരെയും നമ്മൾ ശ്രദ്ധിക്കണം. വീട് പണിയുന്നത് പോലുള്ള വലിയ കാര്യങ്ങളിൽ പോലും ഭാര്യയുടെ അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഭാര്യയ്ക്ക് മുൻഗണന നൽകണം. ഭാര്യയോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അവരുടെ പരാതികൾ കേട്ടുകൊടുക്കണം. അവരുടെ സങ്കടങ്ങൾ കേൾക്കണം. എല്ലാം കേൾക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ മാത്രമാണ് ഉത്തമനായ ഒരു ഭർത്താവ് ആകുകയുള്ളൂ.
ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുക. ഇത്തരം സ്വഭാവമുള്ള ഭർത്താക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങളും ഭാര്യയുടെ കുറവുകളും സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ പങ്കുവെക്കുന്നത് മോശം സ്വഭാവമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് വിവാഹബന്ധം തകരാനുള്ള ഒരു കാരണവുമാവും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമാണ് അത്. അതുപോലെ അടുത്തൊരു സ്വഭാവമാണ് അനാവശ്യമായ സംശയം ഉണ്ടാവുക. ഭാര്യ പുറത്തു പോകുന്നതിലോ ഫോൺ വിളിക്കുന്നതിലോ അനാവശ്യമായി സംശയം പ്രകടിപ്പിക്കുന്നത് കുടുംബജീവിതം തകരാൻ കാരണമായേക്കും. അതുകൊണ്ട് ഇതും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അടുത്തത് സാമ്പത്തികമായിട്ടുള്ള ചതി നടത്തുന്ന ഭർത്താക്കന്മാർ. ഭാര്യ അറിയാതെ അവരുടെ സ്വർണമോ ആധാരമോ വിൽക്കുന്നതോ പണയപ്പെടുത്തുന്നതോ ആയ ചതികൾ ചെയ്യുന്നവർ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ നമ്മെ ചതിക്കും. അടുത്തൊരു സ്വഭാവമാണ് മറ്റ് സ്ത്രീകളുമായി താരതമ്യം ചെയ്യുക. സിനിമാ നടികളുമായോ അല്ലെങ്കിൽ അയൽവാസികളുമായോ സ്വന്തം ഭാര്യയെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് അവരുടെ സ്നേഹം കുറയാൻ കാരണമാകും. കാരണം എപ്പോഴും നമ്മളെ വേറൊരു സ്ത്രീക്ക് അടിമപ്പെടുത്തിയിട്ട് സംസാരിക്കുക. അവൾ നടക്കും പോലെ നടക്ക്, ഇവൾ നടക്കും പോലെ നടക്ക് എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളായിട്ട് നമ്മുടെ കുറവുകളൊക്കെ അറിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ ഭർത്താവ്, യഥാർത്ഥ സ്നേഹനിധിയായ ഭർത്താവ്. അത്തരം ഭർത്താവിനെ കിട്ടുന്നവർ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അടുത്ത ഒരു സ്വഭാവമാണ് തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക. മദ്യം കഴിക്കാനോ അല്ലെങ്കിൽ പലിശ ഇടപാടുകൾക്കോ ആരാധനകൾ ഒഴിവാക്കാനോ ഭാര്യയെ നിർബന്ധിക്കുന്നത് ഒരു ചതിയുടെ സ്വഭാവമാണ്. ഇത്തരം സ്വഭാവമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ ജീവിതം വിജയകരമായി പോകാനായിട്ട് നമ്മളെ അള്ളാഹു കാക്കട്ടെ. ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചു മാറ്റണം. ഭർത്താക്കന്മാർ അതുപോലെ അടുത്തൊരു സ്വഭാവമാണ് ഭാര്യ വെറും വീട്ടു ജോലിയായിട്ട് ഒരു യന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നവളായിട്ട് കണക്കാക്കുക. അവൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മതി. ഇതുപോലെയുള്ള സ്വഭാവങ്ങളും യഥാർത്ഥ സ്നേഹമില്ലാത്തതിൻ്റെ അർത്ഥമാണ്. ഭാര്യയുടെ സങ്കടം കേൾക്കാത്തവർ അവർ ഒരു വീട്ടു ജോലിക്കാരിയെ പോലെയാണ് കാണുക. ഇത്തരം സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇത് വലിയൊരു ദോഷം തന്നെയാണ്. അതുപോലെ ഭാര്യയോട് എപ്പോഴും ഭാര്യയുടെ വീട്ടുകാരെക്കുറിച്ച് കുറ്റം പറയുക. അവളെക്കുറിച്ചും അവളുടെ വീട്ടുകാരെക്കുറിച്ചും കുറ്റം പറയുക. ഈ സ്വഭാവമുള്ളവരും നിങ്ങളോട് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണമാണ്. നമ്മളോട് രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നത് കൂടുതലായിട്ട് കൂടുമ്പോൾ നമ്മളോട് ഇഷ്ടക്കുറവിൻ്റെ കാരണമാണ്. അടുത്തൊരു കാര്യം പ്രധാനമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ട് ഭാര്യ വേറൊരു പുരുഷനെ താരതമ്യം ചെയ്തിട്ട് ഭർത്താവിനോട് സംസാരിക്കരുത്. അതുപോലെ ഭാര്യയെ വേറൊരു സ്ത്രീയുമായിട്ട് താരതമ്യം ചെയ്ത് അവളെ ഷാള് കുത്തിയതുപോലെ കുത്ത്, അതുപോലെ നടക്ക് എന്ന് പറഞ്ഞിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. ഇത്തരം സ്വഭാവമുള്ളവർ പ്രത്യേകം ഒഴിവാക്കണം. നമ്മുടെ വിവാഹ ജീവിതം അള്ളാഹു ഹൈറാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷമാണ്